രാധ സഹോദരിക്ക് ഒരു യാത്രയയപ്പ് അധ്യക്ഷനായിട്ട് പോയി സാറും കഴിയുന്നതിനായിട്ട് സഹോദരി യൂണിയന്റെ വൈസ് പ്രസിഡന്റായിട്ടുള്ള ജോയി, ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന യൂണിയന്റെ ആരാധനായിട്ടുള്ള പ്രസിഡന്റ് KS ഹരികുമാർ, ഇന്ന് നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന PR രാധ, അതുപോലെ കമ്പനിയിലുള്ള യൂണിയന്റെ ഭാരവാഹികൾ, നമ്മുടെ സമീപത്തെ കമ്പനിയിലെ യൂണിയന്റെ പ്രസിഡന്റ്, കാർഷിക വികസന ബാങ്കിന്റെ പ്രസിഡന്റുമായിട്ടുള്ള സ്പീക്കർ രജി അടക്കമുള്ള തൊഴിലാളി സുഹൃത്തുക്കളെ സഹകരണം. നമുക്കറിയാം, കമ്പനിയിൽ കഴിഞ്ഞ 1982 മെയ് മാസത്തിൽ കമ്പനിയിൽ ജോയിൻ ചെയ്ത ഒരാളാണ്. ഇന്ന് 9 വർഷവും 2 മാസവും പൂർത്തീകരിക്കുന്ന ഈ മാസം 31-ാം തീയതി റിട്ടയർ ചെയ്യും. സാധാരണ നമ്മുടെ കമ്പനിയിലുള്ള റിട്ടയർമെന്റ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നടത്തിപ്പെടുന്നത്. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അതിന് ചെറിയ നിയന്ത്രണങ്ങളൊക്കെ വന്നെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. എല്ലാ കമ്പനിയിൽ ഇങ്ങനെയുള്ള പരിപാടികളിൽ മാത്രം നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കണം. ഇത് മാത്രമല്ല, കുറേ കാര്യങ്ങളിൽ കമ്പനിയിലേക്ക് മാത്രമായിട്ട് ജോലി പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടത്തുന്നത്. ശരിക്കും ഇതിൽ കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന പരിപാടികൾ കമ്പനികൾ നടന്നിട്ട് കമ്പനികളിലേക്ക് അവിടെ വെച്ച് നടത്താമായിരുന്നു. കമ്പനി അതിനകത്തൊരു താല്പര്യം കാണിച്ചില്ല. അതുകൊണ്ട് ഈ 19 വർഷമൊക്കെ സർവീസിലുള്ള ഒരാളെ നന്നായിട്ട് തന്നെ ഒരു നല്ലൊരു സെന്ററിലൊരു വിടണം എന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെയാണ് കമ്പനികൾ എടുത്തത്. കഴിഞ്ഞ മാസം നമ്മുടെ യൂണിയനിൽ 2 പേര് റിട്ടയർ ചെയ്തു, തോമസും സോമനും. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കമ്പനിയോട് പറഞ്ഞിരുന്നു കുറച്ചുകൂടി നല്ല രീതിയിലൊക്കെ റിട്ടയർമെന്റ് കൊടുത്തു വിടണം. പക്ഷെ കമ്പനി തയ്യാറായില്ല. കമ്പനി 2 ദിവസം മുമ്പാണ് ഞങ്ങളോട് വിളിച്ച് പറയുന്നത് അത് നടക്കില്ല, ഈ പഴയതുപോലെ തന്നെ 3 യൂണിയന്റെ ഭാരവാഹികൾ മാത്രം ഒരു HR കൊടുക്കുന്നത്. അപ്പൊ ഏതായാലും ഞങ്ങൾ കമ്പനി കൂടി തീരുമാനിച്ചു, അങ്ങനെ ഏതായാലും നമ്മുടെ മൊമെന്റ് കൊണ്ട് അവിടെ കൊടുക്കണ്ട, ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു പരിപാടി വെച്ച് ഇവിടെ വെച്ച് ഇതുപോലെ എല്ലാ യൂണിയന്റെ ആൾക്കാരും വിളിക്കാൻ പറ്റില്ല, പെട്ടെന്ന് ഒരു പരിപാടി സംഘടിപ്പിച്ച് ഞങ്ങൾ അവർക്ക് 2 പേർക്കും യൂണിയന്റെ പ്രസിഡന്റിനും അവർക്ക് വരാൻ പറ്റിയില്ല. ഞങ്ങൾ പറഞ്ഞായിരുന്നു പെട്ടെന്ന് ഇതുപോലെ തന്നെ യൂണിയൻ ഓഫീസിൽ വെച്ച് സ്വീകരണം യാത്രയിൽ സമ്മേളനം നടത്തിയാണ് ചെയ്തത്. ഗ്രൂപ്പ് ലീഡറുടെ വേക്കൻസി, ആ ഗ്രൂപ്പ് ലീഡറുടെ വേക്കൻസിക്ക് അത് കമ്പനി പരിഗണിച്ചത് എല്ലാ ക്രൈറ്റീരിയയും, സീനിയോറിറ്റിയും റിട്ടയർമെന്റിന്റെ സീനിയോറിറ്റിയും എല്ലാം ഉണ്ടായിട്ടും കമ്പനി അതിനകത്ത് കണ്ട ഒറ്റ ക്രൈറ്റീരിയ ഉള്ളൂ, യൂണിയൻ അംഗമല്ലാത്തവരാണ്. യൂണിയനിൽ അംഗമല്ലാത്ത 2 പേർക്ക് കൊടുക്കുന്നു. അവർ സീനിയർ ആയിക്കോട്ടെ, ഏറ്റവും സീനിയർ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത് പോകാനായിട്ട് ഇനി കുറച്ച് നാളോടെങ്കിൽ ഇപ്പം നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അതല്ല അവർ കണ്ടത്. അതിനകത്ത് അവർ കണ്ടത് യൂണിയനിൽ അംഗമല്ല. ഈ 2 പേർക്ക് കൊടുത്തതും 2 പേരും യൂണിയനിൽ അംഗമാകുന്നത്. ഞങ്ങൾ യൂണിയൻ ലീഡേഴ്സ് തമ്മിൽ അതിനെക്കുറിച്ച് ആലോചിച്ചു. നമുക്കതിനൊക്കെ അതുപോലെ തന്നെ കുറച്ച് നാളുകളായിട്ട് കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പല പ്രവർത്തികളും നമ്മൾക്ക് ഒരു മനസ്സിലാക്കി പോകണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞാൻ സൂചിപ്പിച്ചു പോയത്. ഞാൻ കൂടുതൽ കേൾക്കുന്നില്ല. നമുക്കറിയാം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ പരിമിതമായിട്ട് ഈ പരിപാടി നടത്തി പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഞാൻ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ യൂണിയന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള OP ജോയിയെ വളരെ ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം. അതുപോലെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ യൂണിയന്റെ പ്രസിഡന്റ്, ശിശുക്ഷേമ സമിതിയുടെ വൈസ് ചെയർമാൻ, CITU ജില്ലാ കമ്മിറ്റി അംഗവും പൊതുപ്രസ്ഥാനത്തിന്റെ ജില്ലാ കമ്മിറ്റി അംഗവും മറ്റായി പ്രവർത്തിക്കുന്ന സഖാവ് KS ഹരികുമാർ, നമുക്കറിയാം എറണാകുളത്ത് നിന്നാണ് ഇപ്പോൾ വന്നത്. ഏത് പരിപാടിക്കും വിളിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് വണ്ടി ഓടിച്ച് വരുന്ന സ്ഥിതിയുണ്ട്. അദ്ദേഹം വളരെ ബുദ്ധിമുട്ട് ഇറങ്ങിയ സമയത്തിനോട് നല്ല മഴ എവിടെയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ മഴയുണ്ട്, എന്നാലും ഈ പ്രതികൂല സാഹചര്യത്തിൽ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രസിഡന്റിനെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ടുള്ള രാധയുടെ ഭർത്താവ് രാഘവൻ. നമുക്കറിയാം, രാധ 39 വർഷം, എനിക്ക് പറയുന്നതിന് പരിമിതികളുണ്ട് എങ്കിലും ഞാൻ കൂടുതൽ തീർപ്പിക്കുന്നില്ല. 39 വർഷക്കാലമായി കമ്പനിയിൽ യൂണിയനിലെ അംഗമായിട്ടൊന്ന് പ്രവർത്തിക്കുന്നു. പലപ്പോഴും പല
പുള്ളിക്കാരത്തേക്ക് അർഹതപ്പെട്ടത് വല്ലതും കിട്ടാതെ വരുമ്പോഴും ഒരു പരിഭവത്തോടു കൂടി എന്നോട് പറയുന്നതല്ലാതെ യൂണിയനിൽ അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ കാലത്തിന്റെ ഒരു രീതി എന്നുള്ള രീതിയിൽ പലപ്പോഴും പുള്ളിക്കാരത്തിൽ ഇതുപോലെ തന്നെ റിട്ടയർ ചെയ്യുന്ന ബേബിക്കോളും ഉണ്ട്. ബേബിക്കോളും ഈ മാസം അവരുടെ പ്രത്യേകത, അവർ രണ്ടുപേരും ഒരു ദിവസം കളമശ്ശേരി ITI ചെന്ന് മെഷീനിസ്റ്റ് പഠിക്കാനായിട്ട് ജോയിൻ ചെയ്ത്, ഒരു ദിവസം OEL അപ്രന്റീസ് ആയി വന്ന്, ഒരു ദിവസം കൺഫർമേഷൻ ആയി, ഒരു ദിവസം റിട്ടയർ ആയി പോകുന്ന ഒരു സ്ഥിതി. അപ്പൊ അതില് ഞാൻ പറഞ്ഞു വന്നത്, ഈ ബേബിക്കോളിന് പ്രൊമോഷൻ ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്നാലും പലപ്പോഴും ആദ്യം പ്രൊമോഷൻ കിട്ടിയ പുള്ളിക്കാരത്തിനെ ഒന്ന് അവഗണിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ ഒരു പ്രത്യേകത എന്താ പറയുക, ഇങ്ങനെ പ്രൊമോഷനൊക്കെ കിട്ടിയെങ്കിലും കമ്പനിയിൽ ഏറ്റവും കൂടുതൽ പൈസ മേടിക്കുന്ന ആളായിട്ട് പുള്ളിക്കാരൻ മതി. കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ബേസിക്കോട് കൂടി സാലറി മേടിക്കുന്ന ഒരാളായിട്ട് രാധിക്കും. കാരണം അതിനിടയ്ക്ക് പല ലോങ് ടൈം എഗ്രിമെന്റ് ഒക്കെ വന്നപ്പോൾ അതിന്റെ എഗ്രിമെന്റ് ഒക്കെ കൂടി വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തിൽ നല്ല രീതിയിൽ ഒരു മറികടക്കുന്ന രീതിയിൽ പ്രൊമോഷൻ വൈകിപ്പോയെങ്കിലും അതിന്റെ മറികടക്കുന്ന രീതിയിലുള്ള ശമ്പളം എല്ലാം റിട്ടയർ ചെയ്ത് പോകുന്ന ഒരു അവസരം ഉണ്ടായി. ഞാൻ രാധയെയും രാഘവനെയും ഈ ചടങ്ങിലേക്ക് വളരെ അർത്ഥവുമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നിവിടെ ഈ ചടങ്ങിന് വെച്ച് നമ്മുടെ മുളന്തുരുത്തിയിലെ പൊതുപ്രസ്ഥാനത്തിന്റെ സജീവമായി പ്രവർത്തിക്കുകയും CITU ഏരിയ വൈസ് പ്രസിഡന്റും ടിമ്പർ വർക്കേഴ്സിന്റെ യൂണിയന്റെ ഭാരവാഹിയായെല്ലാം പ്രവർത്തിച്ച് നമ്മുടെ പലപ്പോഴും പ്രക്ഷോഭ രംഗത്തൊക്കെ നമ്മുടെ കമ്പനിയിലൊക്കെ വന്നിട്ടുള്ള PK സുരേന്ദ്രൻ മുളന്തുരുത്തി പാർട്ടി പൊതുപ്രസ്ഥാനത്തിന്റെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ഈ മാസം 28-ാം തീയതി അദ്ദേഹം ഈ മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നു. അപ്പോൾ മുളന്തുരുത്തിയിലെ പാർട്ടിയും വിവിധ സംഘടനകളെല്ലാം തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ വാര്യ വീട്ടിൽ നിന്ന് ഒരു 12 സെന്റ് സ്ഥലം കിട്ടിയ സ്ഥലത്ത് ഒരു വീട് നിർമ്മിക്കുന്നുണ്ട്. ആ വീട് പാർട്ടി പ്രസ്ഥാനങ്ങളിൽ ചേർന്നുകൊണ്ടാണ് പ്രാവർത്തികമാക്കുന്നത്. അതിലേക്കുള്ള ഫണ്ട് യൂണിയന്റെ ഫണ്ട് ഏറ്റുവാങ്ങുന്നത് ആ നിർമ്മാണ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായിട്ടുള്ള സ്പീക്കർ റെജിയാണ്. സ്പീക്കർ ഈ ആക്റ്റീവ് കമ്മിറ്റിയിലെ യൂണിയന്റെ പ്രസിഡന്റും കൂടിയാണ്. ഈസ്റ്റ് എംപ്ലോയ്മെന്റ് പ്രസിഡന്റാണ്. കാർഷിക വികസന ബാങ്കിന്റെ പ്രസിഡന്റാണ്. സർവോപരി പൊതുപ്രസ്ഥാനത്തിന്റെ എല്ലാം നേതാവായി മുദ്രതീരെ നിറസാന്നിധ്യമായ സ്പീക്കർ റെജിയെ വളരെ ആഗ്രഹപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം. അതുപോലെ യോഗത്തിൽ പങ്കെടുക്കുന്ന OEL എംപ്ലോയീസ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സണ്ണി ടി എബ്രഹാമിനെ വളരെ ആഗ്രഹപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം. അതുപോലെ യോഗത്തിൽ പങ്കെടുക്കുന്ന OEL ഇന്ത്യ എംപ്ലോയീസ് അസോസിയേഷന്റെ സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്ന നമ്മുടെ രതീഷ് പയനാടിനെ വളരെ ആഗ്രഹപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം. അത് മാണിയെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ മാണിയൊരു മുൻ ജീവനക്കാരൻ എന്നുള്ളത് മാണിയവരോട് പറഞ്ഞ് ഇത്ര അത്യാവശ്യ പരിപാടി എൻ്റെ അത്ര എത്തിച്ചേരാൻ പറ്റില്ല, എല്ലാവരുടെ ആശംസകളും അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാണിയുടെ സാന്നിധ്യത്തിൽ ITC പ്രതിനിധീകരിച്ചുകൊണ്ട് രതീഷ് പയനാട് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റിയിലെ എക്സിക്യൂട്ടീവ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് സിനോൾ വി സാജിനെ വളരെ ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കാന്റീൻ യൂണിയന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള പുരുഷോത്തമൻ എത്തിച്ചേരാന്ന് പറഞ്ഞാൽ പുരുഷോത്തമന്റെ ചെറിയ ആക്സിഡന്റ് സ്കൂട്ടറും ഒരു ചെറിയ കാറും തമ്മിൽ നമുക്ക് കാര്യമായിട്ട് പറ്റിയിട്ടില്ല. അതായത് മുട്ടലെ തൊലിയൊക്കെ പോയി പുള്ളി ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ എത്തിയിട്ടില്ല. ആ യൂണിയന്റെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അത് എത്തിച്ചേർന്നിട്ടില്ല. എന്നാലും എല്ലാവിധ ആശംസകളും അറിയിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പുരുഷോത്തമന്റെ സാന്നിധ്യത്തിൽ പുള്ളിയെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ യൂണിയന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ റെജി പോലൂസ്, യൂണിയന്റെ ജോയിന്റ് സെക്രട്ടറിമാരായിട്ടുള്ള സ്റ്റീഫൻ, അതുപോലെ തന്നെ സജി ജോർജ്, രാജീവ്, യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ, ബാക്കിയുള്ള എല്ലാവരെയും നമ്മുടെ വനിതാ പ്രതിനിധിയായിട്ടുള്ള 2 പേര് എല്ലാവരും ഈ 5 മണിക്ക് കമ്പനി വിട്ടതിന് ശേഷം വീട്ടിൽ പോകുന്ന സാഹചര്യം കൊണ്ട് നമുക്കറിയാം. പെട്ടെന്ന് തന്നെ ചടങ്ങുകൾ അവസാനിക്കും. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേരെയും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമില് അടുത്തതായിട്ട് ഉദ്ഘാടനമാണ്. അതിനകത്ത് സഖാവ് KS അനിൽകുമാർ. യോഗത്തിന്റെ അധ്യക്ഷൻ, അതുപോലെ സ്പീക്കർസ് ഉൾപ്പെടെ വിവിധമായ നമ്മുടെ OEL പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയന്റെ നേതാക്കന്മാർ എല്ലാവരും തന്നെ, അതുപോലെ വേദിയിൽ ഇരിക്കുന്ന മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, നമ്മുടെ യാത്രയപ്പ് സമ്മേളനത്തിലെ ആകർഷക കേന്ദ്രമായിട്ടുള്ള PR രാധ, അവരുടെ ഭർത്താവ്
അതുപോലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഏതായാലും ഒരു വിടവാങ്ങൽ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും വേദനയുള്ളതാണ്. അതും നീണ്ട 39 വർഷം എന്ന് പറയുമ്പോൾ ഒരു ആയുർദൈർഘ്യത്തിന്റെ 3/2 ഉണ്ട്. വളരെ ദീർഘമായി ഈ കമ്പനിയെ സേവിച്ച് ഇന്ന് കമ്പനിയോട് വിട പറഞ്ഞ് നമ്മളോട് യാത്ര പറയുകയാണ്. കൊറോണ കാലത്ത് യാത്രയ്ക്ക് വേണ്ടത്ര പൊലിമയോടെ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സഖാവ് രമേശൻ ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ എന്നിരുന്നാലും നമുക്കറിയാം, നമ്മളെല്ലാവരും കൂടി അതൊരു പൊലിമയാക്കുകയാണ്. മാനദണ്ഡങ്ങൾ ഏറ്റവും കർശനമായി നടപ്പാക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത മാസം അവസാനത്തോടെ 3rd വേവ് നമ്മുടെ രാജ്യത്ത് വരും എന്നതാണ് കണക്കുകൾ. ഇപ്പോൾ 2 പഠനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് എക്സസ് ഡെത്ത് അനാലിസിസ് എന്നതാണ്. 2018 അല്ലെങ്കിൽ 2016 ഓരോ വർഷവും രാജ്യത്ത് സംസ്ഥാനത്തുണ്ടാകുന്ന മരണവും കോവിഡ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള മരണവും 2018 എത്രയായിരുന്നു, 2017 എത്രയായിരുന്നു, അത് ഈ വർഷമായി താരതമ്യപ്പെടുത്തുന്നു. മധ്യപ്രദേശിൽ 2018 ഉണ്ടായിട്ടുള്ള മരണവും 2021 ഇപ്പോൾ 6 മാസമായി ഉണ്ടായ മരണവും താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ 54 ഇരട്ടിയാണ് മധ്യപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തുണ്ടായിട്ടുള്ള മരണം. ഉത്തർപ്രദേശിൽ അത് 41 ഇരട്ടിയാണ്. കേരളത്തിൽ ഏകദേശമുള്ള വ്യത്യാസം 5000 മരണങ്ങൾ മാത്രമാണ്, 5100 മരണങ്ങളാണ് വ്യത്യാസം. ഞാൻ സൂചിപ്പിച്ചത് യഥാർത്ഥത്തിലുള്ള കണക്കുകൾ ഓരോ രാജ്യത്തു നിന്നും പുറത്തു വരുമ്പോൾ, ഓരോ സംസ്ഥാനത്തു നിന്നും പുറത്തു വരുമ്പോൾ ആ യഥാർത്ഥ കണക്ക് എന്ന രൂപത്തിൽ പുറത്തുവിടുന്ന കണക്കുകളുടെ 54 ഇരട്ടിയാണ് ഒരു സംസ്ഥാനത്ത് മരണം, അല്ലെങ്കിൽ 40 ഇരട്ടിയാണെന്ന് പറയുമ്പോൾ ഇതിലൊന്നും കണക്കിൽപ്പെടാതെ ഒരുപാട് സാഹചര്യങ്ങൾ മരണങ്ങളുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ കേരളത്തിൽ ഒരു മരണനിരക്ക് 0.04 ആണ്. അതായത് 100 പേരെ എടുത്താൽ, 100 പേർക്ക് രോഗം വന്നാൽ അതിൽ മരിക്കുന്നത് 0.04 ആണ്, ഏറ്റവും കുറഞ്ഞ നിരക്ക്. ഇത് ലോകത്ത് ഒരു സംസ്ഥാനത്തും ഇത്തരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇത്രയും കുറഞ്ഞ മരണനിരക്കില്ല. ഞാൻ സൂചിപ്പിച്ചത് വളരെയധികം ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയം തന്നെയാണ് നമ്മുടെ. കാരണം 3rd വേവ് ഏറ്റവും കൂടുതൽ ബാധിക്കുക കുട്ടികളെ ആയിരിക്കും എന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആധികാരികമായിട്ടുള്ള വിവരമല്ലെങ്കിലും വാക്സിനേഷൻ കുട്ടികളുടെ വാക്സിനേഷൻ കണ്ടുപിടിച്ചിട്ടില്ല. വാക്സിനേഷൻ നമ്മുടെ രാജ്യത്ത് പൂർത്തീകരിക്കണമെങ്കിൽ ഇനിയും 2 കൊല്ലം എടുക്കും. അതുകൊണ്ട് തൊഴിൽ സ്ഥലത്തും അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലയിലും കടുത്ത ജാഗ്രതയോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അതുകൊണ്ട് ഇത്തരത്തിലൊരു ചടങ്ങ് ഇങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് അറിയാം, ഒരു 39 കൊല്ലമല്ല അല്ലെങ്കിൽ 40 കൊല്ലത്തോളം നമ്മുടെ കമ്പനിയെ സേവിച്ച് കമ്പനിയിൽ നിന്ന് റിട്ടയർ ആകുമ്പോൾ വളരെ ആധികാരികമായിട്ടുള്ള ഒരു യാത്രയിൽ തന്നെയാണ് വേണ്ടത്. വിടവാങ്ങൽ എല്ലാവർക്കും വേദനയുള്ളതാണ്. പക്ഷെ നമുക്കറിയാം, വിടവാങ്ങൽ എന്നുള്ളത് അനിവാര്യമാണ്. പഴുത്തല ചാടുമ്പോൾ പച്ചയില ചിരിക്കുന്നവർക്ക് നിങ്ങളെല്ലാവരും വിടവാങ്ങൽ അനിവാര്യമായിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ചെയ്യുന്ന ജോലി വിടവാങ്ങൽ ഇല്ലാത്തതാണ്. കാരണം വക്കീലന്മാർക്ക് റിട്ടയർമെന്റ് പ്രായമില്ല. വക്കീല് നോക്കുന്തോറും വർഷം കൂടുന്തോറും ഡിഗ്രി കൂടും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫീസ് കൂടും എന്നാണ് പറയുന്നത്. ഡോക്ടർമാർക്കും സാധാരണ അവരുടെ പ്രൊഫഷണൽ റിട്ടയർമെന്റ് പ്രായമില്ല. ഏതായാലും നമുക്ക് ഈ കോവിഡ് കാലത്ത് തൊഴിലാളികൾ ആകമാനം നമ്മുടെ രാജ്യത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഏറ്റവും ആശങ്ക ഉളവാക്കുന്ന തരത്തിൽ തന്നെയാണ്. 54ഓളം ട്രേഡ് യൂണിയനുകളെ 4 കോഡുകളാക്കി മാറ്റി തൊഴിലാളികളുടെ അവകാശങ്ങളെല്ലാം കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ കോവിഡിന്റെ ഏറ്റവും രൂക്ഷത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തൊഴിലാളികൾ തന്നെയാണ്. ഒരിടത്തും ലോങ് ടൈം എഗ്രിമെന്റ് നടക്കുന്നില്ല. ബോണസ് അടക്കം ഗ്രാറ്റുവിറ്റി അടക്കമുള്ള എല്ലാ സംവിധാനത്തെയും അത് ബാധിക്കുന്നു. അതുപോലെ കോവിഡിന്റെ ഭാഗമായി അടച്ചിടേണ്ടി വരുമ്പോൾ അതിന്റെ ശമ്പളം ഒരിക്കൽ പോലും തൊഴിലാളികൾക്ക് കൊടുക്കാതെ വരുന്ന സാഹചര്യം വരുന്നു. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അതിന്റെ എല്ലാ ഭാരം തൊഴിലാളി വർഗത്തിന്റെ മേലേക്ക് വരികയാണ്. കോവിഡ് ബാധിച്ചാലും അല്ലെങ്കിൽ കോവിഡിന് ക്വാറന്റൈനിൽ പോകേണ്ടി വന്നാലും പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. എന്തെല്ലാം നിങ്ങൾക്കറിയാം. ആരെങ്കിലും ഒരു ചടങ്ങിൽ പങ്കെടുത്താൽ 10-20 ദിവസം വരാൻ പാടില്ല എന്ന രൂപത്തിലെല്ലാം മറ്റെങ്ങും ഇല്ലാത്ത കോവിഡ് മാനദണ്ഡങ്ങൾ നിങ്ങളെ അടിച്ചേൽപ്പിച്ചതെല്ലാം നിങ്ങളുടെ മുന്നിലുണ്ട്. എന്തായാലും നമുക്ക് ഈ മഹാമാരിയെ അതിജീവിക്കണം. ആർക്കും ഒരു പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയണം. ഏതു തരത്തിലുള്ള കണ്ടീഷൻസ് കൂടുതൽ ശക്തമാക്കിയാലും അവയെ നേരിടാൻ നമുക്ക് കഴിയണം. കാരണം എന്തായാലും 1-2 കൊല്ലം നമുക്ക് ഈ കോവിഡിനോടൊപ്പം ജീവിക്കേണ്ടി വരുന്ന സാഹചര്യം വരും. അതിനിടയിൽ തൊഴിൽ നിഷേധങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പല തരത്തിലുള്ള അധികാര നിഷേധങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ സ്വന്തം ഫോൺ വരെ നമുക്കറിയാം, പെഗാസസ് എന്ന് പറയുന്ന ഒരു വൈറസ് ഫോണിലേക്ക് ആഡ് ചെയ്ത് വിവരങ്ങൾ മുഴുവൻ ശേഖരിക്കുന്നതിന്റെ വിവരങ്ങളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രതിഷേധത്തിന്റെ ശബ്ദത്തെ അംഗീകരിക്കാതെ ആരെങ്കിലും നിങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ വിവരങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ വരെ സ്വകാര്യ
നശിപ്പിച്ചുകൊണ്ടുള്ള ഇടപെടൽ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും പരമോന്നത നീതിപീഠം ഏറ്റവും സാധാരണക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള വിധിന്യായങ്ങൾ ഈ കോവിഡ് നടത്തിയതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ ആശുപത്രികളിൽ ഓക്സിജൻ ഉറപ്പുവരുത്താൻ, അതോടൊപ്പം തന്നെ വാക്സിനേഷൻ എല്ലാവർക്കും ഫ്രീ ആയി കൊടുക്കണമെന്നും വാക്സിനേഷൻ ഒരു രാജ്യത്തെ ജനങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞത്. അതോടൊപ്പം തന്നെ അതിനുശേഷം ഒരേ രാജ്യം ഒരേ റേഷൻ കട എന്ന രൂപത്തിൽ ഒരാൾ പോലും പട്ടിണി കിടക്കാതെ മൈഗ്രന്റ് തൊഴിലാളികൾക്ക് വരെ റേഷൻ ഉറപ്പുവരുത്താൻ നടത്തിയ വിധിന്യായം. ഏറ്റവും അവസാനം സുപ്രീം കോടതിയിൽ നിന്ന് നമുക്കറിയാം, മരണപ്പെട്ട കോവിഡ് ബാധിച്ച് മരിച്ചവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ഈ രാജ്യത്തിന് ബാധ്യതയുണ്ട് എന്ന രൂപത്തിലുള്ള ആകർഷകമായിട്ടുള്ള വിധിന്യായങ്ങളെല്ലാം ഈ രാജ്യത്ത് പുറത്തു വന്നത് സാധാരണക്കാരന്റെ അത്താണിയായി ജുഡീഷ്യറി മാറുന്നതും ഇടക്കാലത്ത് ജുഡീഷ്യറിക്ക് വരെ വലിയ തരത്തിലുള്ള ഒരു ചലനം ഉണ്ടായത് ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുമ്പോഴും ഇപ്പോൾ അവകാശ നിഷേധം ഉണ്ടാക്കുമ്പോൾ എല്ലാം കോടതി ഇടപെടുന്ന തരത്തിലേക്ക് മാറിയതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ കെട്ടകാലത്തെയും നമ്മൾ കടന്നുപോകും. ഈ കോവിഡിനെ നമ്മൾ അതിജീവിക്കും. ഇത്തരത്തിൽ സ്കൂളുകൾ അടച്ചിട്ട് ഇന്ന് ഞാൻ പോരുമ്പോൾ എന്റെ മകൻ എറണാകുളം എളമക്കര ഗവൺമെന്റ് സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അവൻ ഞാൻ വന്നപ്പോൾ പോകാൻ ഇറങ്ങുമ്പോൾ തന്നെ അവൻ ഡ്രസ് ചെയ്യാണ്. ഞാനും വരുവാണ് കൂടെ. നമുക്ക് വണ്ടിയിൽ പോകാൻ പറഞ്ഞു. കാരണം ഇവര് 1.5 കൊല്ലമായി അടച്ചിട്ടേക്കാണ് വീട്ടിൽ. കാരണം ഭാര്യയും ഭർത്താവും ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികൾ രാവിലെ വൈകുന്നേരം വരെ പ്രത്യേകിച്ച് ഫ്ലാറ്റ് ജീവിതമൊക്കെ ആകുമ്പോൾ അടച്ചിടുന്ന ജീവിതമാണ്. കുട്ടികളെല്ലാം വലിയ ആശങ്കയിൽ തന്നെയാണ്. രക്ഷിതാക്കൾ വലിയ ബുദ്ധിമുട്ടിലാണ്. തൊഴിലാളി വർഗം ആകെ ബുദ്ധിമുട്ടിലാണ്. അതുപോലെ തന്നെ നിർമ്മാണ മേഖല സ്തംഭിച്ചിരിക്കുന്നു. എല്ലാ മേഖലയിലും ഇതിന്റെ ദുരന്തഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ മഹാമാരിയെ ഗവൺമെന്റിനൊപ്പം വന്നുകൊണ്ട് നമുക്ക് അതിജീവിക്കാൻ കഴിയണം. അത്തരത്തിൽ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കെല്ലാം വലിയ രൂപത്തിലുള്ള പരിഹാരമാണ്. ഏതായാലും ഈ റിട്ടയർമെന്റ് ചടങ്ങിൽ നമുക്ക് 39 വർഷം നമ്മുടെ യൂണിയന്റെ ഭാഗമായി നിന്ന് ഇപ്പൊ പറഞ്ഞു പലതരത്തിലും ഇടയ്ക്ക് അവഗണനകളൊക്കെ വന്നിട്ടും ഒരു തരത്തിലും അതിന് പരാതിയോ പരിഭവമോ പറയാതെ കമ്പനിക്ക് വേണ്ടി നമ്മുടെ യൂണിയന്റെ ഭാഗമായി ഏറ്റവും നല്ല തൊഴിലാളിയായി നിന്ന് റിട്ടയർ ആകുന്ന പ്രിയ ഗാന്ധിക്കും കുടുംബത്തിനും എല്ലാവിധ ആയുർദൈർഘ്യം ആശംസിക്കുന്നതോടൊപ്പം തന്നെ നമ്മളിൽ നിന്നും ഇടപെട്ട് പോകുന്നില്ല, പിരിഞ്ഞു പോകുന്നില്ല. ഈ കമ്പനിയുടെ അതുപോലെ തന്നെ യൂണിയനുകളുടെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട എന്താ ആവശ്യമുണ്ടെങ്കിലും നമ്മളിത് കുടുംബാംഗം എന്ന രൂപത്തിൽ നിൽക്കാനും പ്രവർത്തിക്കുവാനും ഇടവരട്ടെ. അതുപോലെ തന്നെ വളരെ ദീർഘകാലം നമുക്ക് ഉള്ള ആയുർദൈർഘ്യവും അതുപോലെ തന്നെ കുടുംബത്തിന്റെ സുഖവും സംതൃപ്തിയെല്ലാം നേരിടുകയാണ്. ഏതായാലും ഈ ചടങ്ങ് ഇത്രയും നന്നായി ഭംഗിയായി സംഘടിപ്പിക്കാൻ ശ്രമിച്ച യൂണിയന്റെ നേതൃത്വം, അതുപോലെ തന്നെ ഈ വിടവാങ്ങൽ ചടങ്ങിന്റെ ഭാഗമായി മാറുവാൻ ഇവിടെ എത്തിച്ചേർന്നിരുന്ന മറ്റ് സമാന്തര യൂണിയന്റെ ഭാരവാഹികൾ, അതുപോലെ തന്നെ ഇവിടെ മറ്റ് ഈ ചടങ്ങ് വിജയിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും യൂണിയന് വേണ്ടി ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. തൊഴിലാളിക്ക് അടുത്ത ഘട്ടം അതാവ് പി കെ സുരേഷ് മരണപ്പെട്ടു. അതായത് ഭവനമില്ലായിരുന്നു. നമ്മുടെ യൂണിറ്റ് വകയായിട്ട് കൊടുക്കുന്ന തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏറ്റുനടത്തുന്നതിനായി ആ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ സീറ്റ് പരീക്ഷിച്ചു. സമ്മേളനത്തെ അധ്യക്ഷത ചെയ്യുന്ന ജോയി, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് കെ എസ് അനിൽകുമാർ, ആ കമ്പനിക്ക് വേണ്ടി ചെലവഴിച്ച് ആ കമ്പനിയുടെ പണിയിറങ്ങുകയാണ്. തീർച്ചയായും അവർക്ക് മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ അവർക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ കമ്പനി മാനേജ്മെന്റ് ഉത്തരവാദിത്തമാണ്. ഓരോ സംഭവങ്ങളിലും OEM മാനേജ്മെന്റ് തികച്ചും തൊഴിലാളി വിരുദ്ധമായ നിലപാടുകളാണ് സ്വീകരിച്ചു വരുന്നത്. നമ്മുടെ സമീപത്തുള്ള മറ്റ് കമ്പനി മാനേജ്മെന്റുകൾ സ്വീകരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളാണ് പല കാര്യങ്ങളും ഈ മാനേജ്മെന്റ് സ്വീകരിക്കുന്നത്. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള പുതിയ തൊഴിൽ പരിഷ്കാര നിയമങ്ങളുടെ ഭാഗമായി കരാർ ജോലികൾക്ക് യാപകമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കമ്പനികളും. ഇങ്ങനെയുള്ള സ്ഥിരം തൊഴിലാളികൾ പിരിഞ്ഞു പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ യൂണിയനിലേക്ക് ഇനി എത്ര ആളുണ്ടാവും, മറ്റു യൂണിയനുകളിൽ എത്ര ആളുണ്ടാവും എന്നുള്ള കാര്യം വളരെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പൊ എല്ലാം 5 വർഷ കരാറിലേക്കുള്ള തൊഴിലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കേന്ദ്ര ഗവൺമെന്റ് എല്ലാ സൗകര്യങ്ങളും ഇതുപോലുള്ള കമ്പനി മാനേജറുകൾക്ക് ചെയ്തു കൊടുക്കുന്നു. ഏതായാലും വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു തൊഴിൽ സാഹചര്യമാണ് ഇന്ത്യക്കകത്തുള്ളത്. ട്രേഡ് യൂണിയനുകളുടെ ഉത്തരവാദിത്വം കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ്.
39 വർഷക്കാലം കമ്പനിയിൽ ഏറ്റവും നന്നായി പ്രവർത്തിച്ച, യൂണിയന്റെ കാര്യങ്ങളിൽ ഏറ്റവും ആത്മാർത്ഥമായി സഹകരിച്ച ഒരാളാണ് രാജേഷ്. രാജേഷിന്റെ ഭർത്താവ് രാഘവേട്ടൻ്റെ അടുത്ത സുഹൃത്താണ്. വളരെ സൗമ്യനും വിനയാന്യതനുമായിട്ടുള്ള ഒരു നല്ല മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം. പിന്നെ അവർ രണ്ടുപേരും കൂടി കൂടുതൽ സന്തോഷകരമായ, കൂടുതൽ ഇമ്പകരമായ ഒരു ശിഷ്ടജീവിതം നയിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ CPM-ന്റെ നേതാവായിരുന്ന പി.കെ. ശ്രീധരൻ 2 വർഷം മുമ്പ് ആകസ്മികമായി ഹൃദയാഘാതം മൂലം മരണപ്പെടുകയുണ്ടായി. അവർക്ക് സ്വന്തമായി വീടുണ്ടായിരുന്നില്ല, വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. ശ്രീധരന്റെ ഭാര്യയും വിദ്യാർത്ഥികളായ 2 മക്കൾക്കും കിടപ്പാടമില്ലാത്തൊരവസ്ഥ വന്നു. അപ്പോഴാണ് പാർട്ടി മുൻകൈയെടുത്ത് അവർക്ക് വീട് നിർമ്മിച്ച് കൊടുക്കണം തീരുമാനിച്ചത്. ഈ COVID-19 കാരണം അത് അല്പം നീണ്ടുപോയി. ഏതായാലും ഓൾ ഇന്ത്യ വർക്കേഴ്സ് യൂണിയൻ ആ ഭവന നിർമ്മാണ ഫണ്ടിലേക്ക് സഹായിക്കാൻ നിങ്ങൾ കാണിച്ച ആ വലിയ മനസ്സിന്, ആ തീരുമാനത്തിന് ഭവന നിർമ്മാണ കമ്മിറ്റിക്ക് വേണ്ടി ഈ സമയത്ത് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് രാജിച്ചിക്ക് എല്ലാവിധ ആശംസകൾ നൽകുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകളാണ് അടുത്തത് സണ്ണി വിഭാഗം. നമ്മുടെ ഇന്നത്തെ യോഗത്തിൽ വിശിഷ്ട അതിഥിയായിരിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട രാഘവൻ ചേട്ടൻ, വേദിയിലിരിക്കുന്ന ആരാധനായ സഹപ്രവർത്തകർ, ഒരു വ്യക്തിക്ക് ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ തൊഴിൽ നിയമം അനുസരിച്ച് മാക്സിമം തൊഴിൽ ചെയ്യുവാൻ ഉള്ള അവസരം എന്ന് പറഞ്ഞാൽ 40 കൊല്ലമാണ്. അതായത് 18 വയസ്സിൽ ഒരാൾ ജോലിക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ 58 വയസ്സിൽ റിട്ടയർ ചെയ്യണം. അപ്പോൾ 40 കൊല്ലമാണ് ഒരാൾക്ക് മാക്സിമം ജോലി ചെയ്യാൻ നിയമം മനസ്സിലാക്കുന്നത്. 39 കൊല്ലക്കാലവും ആ മേഖലയിൽ തന്നെ തുടരുവാനും ജോലി ചെയ്യുവാനും ഒരു റിട്ടയർമെൻ്റ് എന്ന രീതിയിൽ തന്നെ പിരിയാനും, നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിൽ വിവിധ തൊഴിൽ മേഖലകളിൽ നടക്കുന്ന പലവിധമായ കാര്യങ്ങളും തൊഴിൽ നിയമങ്ങളെല്ലാം തന്നെ തൊഴിലാളികൾക്ക് വിരുദ്ധമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തൻ്റെ ആ ജീവിതത്തിലെ സർവീസ് കാലഘട്ടം മുഴുവൻ പൂർത്തിയാക്കി റിട്ടയർമെൻറ്റ് എന്ന രീതിയിൽ അവിടുന്ന് പിരിയാൻ സാഹചര്യം ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെയാണ്. പിന്നെ രമേശ് നമുക്ക് പറഞ്ഞതുപോലെ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് 39 കൊല്ലം ജോലി ചെയ്ത ഒരാളുടെ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് നല്ല ആഘോഷമായി നടന്ന ഒരു മീറ്റിംഗ് തന്നെയാണ്. എന്നാലും ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ നടന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ സംഭവമാണ്. ചെറുതാണെങ്കിലും ഒരു മീറ്റിങ്ങിൻ്റെ പ്രൗഢി എന്ന് പറയുന്നത് അംഗബലവും അതുപോലെ തന്നെ അലങ്കാരങ്ങളൊക്കെ തന്നെയാണ്. ഈ അംഗബലവും അലങ്കാരവും കുറവാണെങ്കിൽ തന്നെ രാജചേച്ചി അതുപോലെ തന്നെ രാഘവൻ ചേട്ടനാണെങ്കിൽ തന്നെയും, രാജചേച്ചിയോട് എനിക്ക് അങ്ങനെ അടുത്ത് ഇടപെടാൻ അധികം അവസരങ്ങൾ കിട്ടിയിട്ടില്ല. എന്നാൽ ഇഷ്ടംപോലെ രാജചേച്ചിയുടെ അടുത്ത് പല കാര്യങ്ങളിലും വർക്കുമായി ബന്ധപ്പെട്ടൊക്കെ ഇടപെട്ട് പല സംശയങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി, കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയൊക്കെ രാജചേച്ചിയുടെ ക്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ചെല്ലുന്നു വന്നിട്ടുണ്ട്. ഒരു സമയത്ത് പോലും നമുക്ക് ഒരു തടസ്സം ഉണ്ടാകുന്ന രീതിയിലുള്ളൊരു വാക്കുകളോ അല്ലെങ്കിൽ ഇത്രയേറെ കഴിയട്ടെ എന്ന രീതിയിലുള്ള സംസാരങ്ങളോ രാജചേച്ചിയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. രാജചേച്ചിയുടെ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അവിടെ കമ്പനിയിൽ നിന്ന് സംസാരിച്ചപ്പോൾ പലരും പറഞ്ഞത് എല്ലാവരെയും ഒരേ കണ്ടുകൊണ്ട് മാത്രമേ ചേച്ചി കാണാറുള്ളൂ. ആ ചേച്ചി ഇവിടെ ഉണ്ട് എന്നുള്ള ഇപ്പോൾ സീനിയറായും ചേച്ചിയുടെ പേര് പോലും അറിയില്ലാത്ത സീനിയറായ ഒത്തിരി തൊഴിലാളികൾ നമ്മുടെ കമ്പനിയിൽ ഉണ്ടെന്നുള്ളതാണ് വിശ്വാസം. രാജചേച്ചിയുടെ പേര് പോലും ഇപ്പോൾ അറിയില്ല. അവിടെ കീഴിൽ ചെയ്തു പോകുന്ന ഉത്തരവാദിത്വം നോക്കി അവനവൻ്റെ കാര്യം നോക്കി പോകുന്ന ഒരു നല്ല തൊഴിലാളി. രാഘവൻ ചേട്ടനാണെങ്കിലും പ്ലേറ്റ് ഷോപ്പിൽ വളരെ കാലങ്ങളായിട്ട് എനിക്ക് പരിചയമുള്ളത്, നമുക്ക് വല്ലാത്ത പരിചയമുണ്ട്. എന്ത് കാര്യത്തിനും വളരെ സൗമ്യനും വളരെ ശാന്തനുമായി മാത്രം പ്രതികരിക്കുന്ന ഒരു നല്ല ചേട്ടൻ. അപ്പോൾ നല്ലൊരു കുടുംബം, റിട്ടയർമെൻറ്റ് ജീവിതം എല്ലാവർക്കും ഒരു വിധി ആണ് എങ്കിൽ തന്നെയും ഒരടുത്ത സമീപപ്രദേശത്ത് താമസിക്കുന്നവരാണ്. വീണ്ടും ഓരോ കാര്യങ്ങളും നമുക്ക് കൂടി കാണാൻ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. രണ്ടുപേരെ പ്രത്യേക ആശംസകൾ നേടുന്നതോടൊപ്പം തന്നെ എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ നന്മകളും എൻ്റെ വ്യക്തിപരമായ പേരിൽ ഓൾ ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ്റെ പേരിൽ ചേർന്നുകൊണ്ട് അത്രയും ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ ജോലിക്കാരൻ, നമ്മുടെ വിശിഷ്ടാതിയായ രാധചേച്ചി, യൂണിയൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ.എസ്. അരുൺകുമാർ, നമ്മുടെ റേച്ചറിനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഏതൊരാവശ്യത്തിലും
എപ്പോഴും നമ്മളോടൊപ്പം ഏത് സമയത്തും ഉള്ള ഒരു വ്യക്തി. ഏതൊരു കാര്യത്തിലും എന്തൊരു സമരമാണെങ്കിലും ഞാൻ ഈ സമയത്താണ് നമുക്ക് 2 വാക്ക് പറയാൻ പറ്റുള്ളൂ. ഏതൊരു അവസരമാണെങ്കിലും എപ്പോഴും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ വരാറുള്ള കഴിച്ചാലും മറ്റൊരു നമ്മുടെ കമ്പനിയിലെ യൂണിയൻ ഭാരവാഹികൾ, സഹപ്രവർത്തകർ ഒരു 39 വർഷക്കാലം നമ്മളിവിടെ സർവീസ് നമ്മൾ ചെലവഴിക്കും. 8 മണിക്കൂർ വർക്ക് ചെയ്യാം, 8 മണിക്കൂർ നമ്മൾ വിനോദം, 8 മണിക്കൂർ ഉറക്കം, ഇതാണ് പറയപ്പെടുന്നത്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം, ഈ 8 മണിക്കൂറോളം നമ്മൾ ഈ കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് വീട്ടിൽ ചെന്നിട്ട് എന്തോരം നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ശരിക്കും പറയുന്നത് നമ്മുടെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബവുമായിട്ട് കുട്ടികളുമായിട്ട് പോലും നമുക്ക് ഇത്രയധികം സമയം നമുക്ക് ചെലവഴിക്കാനായിട്ട് പറ്റാറില്ല. അങ്ങനെയുള്ള ഈ ഒരു സമയത്ത് തൻ്റെ ജീവിതം മുഴുവൻ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചു. യഥാർത്ഥത്തിൽ കമ്പനി അറിഞ്ഞു ചെയ്യേണ്ടതാണ് ഒരു സംഭവം. അവന്റെ ആയുസ് മുഴുവൻ ശരിക്കും പറഞ്ഞാൽ കമ്പനിക്ക് വേണ്ടി ചെലവഴിക്കുക. പക്ഷെ പല കാര്യങ്ങളോട് നമുക്ക് അതിനൊന്നും പ്രതികരിക്കാൻ പറ്റാതെ കമ്പനി അറിഞ്ഞ് നമുക്ക് തരേണ്ട ഒരു കാര്യമാണ്. അതൊക്കെ ഒരു സെൻഡ് അതിനേതായാലും ഉള്ള ഒരു സൗകര്യം നമ്മുടെ കമ്പനി ഇപ്പൊ പലതും നമ്മുടെ ഇന്ന് വെട്ടിപ്പിടിച്ച് അതിന് ഗവൺമെന്റുകളും ഒത്താശ ചെയ്ത് കേന്ദ്ര ഗവൺമെന്റുകളും ഒത്താശ ചെയ്ത് ഇങ്ങനെ പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇത്രയും നല്ലൊരു സേവനം കാഴ്ചവെക്കുകയും നല്ലൊരു റിട്ടയർമെന്റിലേക്ക് ലഭിക്കുകയും ചെയ്തു. യൂണിയൻ്റെതായ ഒരു റിട്ടയർമെന്റ് നമുക്ക് നൽകുവാനായിട്ട് സാധിച്ചു. 39 വർഷക്കാലം ഈ കമ്പനിയിൽ സേവനം ചെയ്തതായി എല്ലാവിധ എംപ്ലോയീസ് അസോസിയേഷൻ INTUCയുടെ പേരിലുള്ള എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. നമ്മൾ ഓരോരുത്തരുടെ പേരിൽ ഉള്ള ആശംസ അർപ്പിക്കുന്നു. രാഘവൻ ചേട്ടനെ ഈ പറഞ്ഞ പോലെ, കാരണം ഇവർ രണ്ടുപേരും ഒരേ സമയത്ത് ഈ പറഞ്ഞോളം ജോലിക്ക് വരുന്ന തൻ്റെ മക്കളെ നോക്കുന്ന കാര്യങ്ങൾ എല്ലാം ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും രാധ ചേച്ചിക്കും ആശംസ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനൊരു യോഗ സംഘടിപ്പിച്ച് നന്ദി നേർന്നുകൊണ്ട് യൂണിയന്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട കേസർകുമാർ, സീറ്റിലെ മതത്തിയുടെ എല്ലാവരുമായിരിക്കുന്ന പ്രിയപ്പെട്ട റീച്ചേട്ടൻ, ഇന്നത്തെ ഇവിടെ വിശിഷ്ടാതിഥിയായിരിക്കുന്ന പ്രിയപ്പെട്ട രാജശേഷി, യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയപ്പെട്ട ദിനേശേട്ടൻ, അതുപോലെ INTUC യൂണിയന്റെ ഭാരവാഹിയായിരിക്കുന്ന പ്രിയപ്പെട്ട രതീഷ്, പ്ലസ് യൂണിയൻ അസോസിയേഷൻ യൂണിയനുടെ ഭാരവാഹികളായ സന്ദീപ് എബ്രഹാം, അതുപോലെ യൂണിയന്റെ മറ്റേ പ്രിയപ്പെട്ട ജോയി റെജി പോലോസിന്റെ ഭാരവാഹിയാണ്. തീർച്ചയായിട്ടും ഇന്നിവിടെ കൂടിയിരിക്കുമ്പോൾ എന്നോട് എനിക്ക് മുമ്പ് സംസാരിച്ചതെന്നാൽ വ്യക്തമായി തന്നെ കാര്യങ്ങളെ പറ്റിയെല്ലാം വിവരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിന്റെ ബഹുഭൂരിപക്ഷവും ഒരു കമ്പനിയിലാണ് ചെലവഴിക്കുന്നത്. അത് കുടുംബത്തിനേക്കാൾ ഉപരിയായിട്ട് ഈ കമ്പനിയിൽ എല്ലാ വ്യക്തികളും ചെലവഴിക്കുമ്പോൾ ഇവിടെ രാജശേഷിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ഉണ്ട്. കാരണം ഇവരുടെ കുടുംബം അനുസരിച്ച് രാമചേട്ടനും രാജശേഷി രണ്ടുപേരും ഈ OEM കമ്പനിയിലാണ് അവരുടെ ജീവിതത്തിന്റെ ബഹുഭൂരിപക്ഷവും ചെലവഴിക്കുന്നത്. വളരെ ആത്മാർത്ഥമായി തന്നെ കമ്പനിയോട് പ്രവർത്തനം കാഴ്ചവെച്ചിട്ട് ഇപ്പോൾ ഒരു റിട്ടയർമെന്റിനുള്ള സാഹചര്യം തീർച്ചയായിട്ടും കമ്പനി അറിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ്. എന്നിരുന്നാൽ കൂടി കമ്പനി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ രീതിയിലുള്ള ഒരു യാത്രയയപ്പ് ക്രമീകരിച്ചത് വളരെ നല്ല ഒരു കാര്യമാണ്. കാരണം അവിടെ ഈ 39 വർഷത്തെ സേവനം അവസാനിപ്പിച്ച് പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു സഹപ്രവർത്തകരോട് ഒരുമിച്ചുള്ളൊരു വേദി പങ്കിടുവാനുള്ള ഒരു അവസരം അത് പ്രിയപ്പെട്ട യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞ് മറ്റുള്ള യൂണിയൻ ഭാരവാഹികളെല്ലാം ക്ഷണിച്ചുകൊണ്ട് ചെയ്ത പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട രാജശേഷിക്കും ഒരു ഐശ്വര്യസമ്പൂർണമായ വിശ്രമ ജീവിതം ആശംസിക്കുന്നു. അതുപോലെ ഇന്നവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും OEM എക്സിക്യൂട്ടീവ് യൂണിയന്റെ പേരിലുള്ള പ്രത്യേകമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നമ്മുടെ യൂണിയൻ പ്രസിഡന്റിനെ ക്ഷണിക്കുകയാണ്. ചേച്ചിക്ക് ഒരു മൊമെന്റോ
അറിയില്ല. എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ കുട്ടികളൊക്കെയാണ്. ഇത്ര നാളിവിടെ ജോലി ചെയ്യാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു. ദൈവത്തെ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ എല്ലാ ഉയർച്ചയും യൂണിയനും കമ്പനി വഴിയാണ് ഉണ്ടായിരുന്നത്. അതിലെല്ലാ യൂണിയൻ ഭാരവാഹികൾക്കും അതിൽ എന്നോട് സഹകരിച്ചിട്ടുണ്ട്. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എന്തെങ്കിലും തെറ്റുകൾ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് അത് ക്ഷമിക്കണം. ഇത്ര കാലം ഇവിടെ വർക്ക് ചെയ്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും നമ്മൾ കമ്പനിയുടെ അകത്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ വീട്ടിൽ ചെന്നാലും നമുക്ക് കുടുംബം ആ കാര്യങ്ങളും ഒക്കെ ആയിട്ട് തന്നെ പോകും. അപ്പം അധിക സമയം ജീവിതം നമ്മളെപ്പോഴും അത് നമുക്ക് കുറേ ഇതൊക്കെ വിഷമം മനസ്സിൽ തോന്നിയാലും നമ്മൾ കമ്പനി ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എൻജോയ് ചെയ്യണം. അത് പോയാൽ നമുക്ക് എപ്പോഴും മനസ്സിന് സന്തോഷം ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ കുറവുള്ള ആദ്യത്തിന് വിഷമം തോന്നിയാലും പിന്നെ അതങ്ങോട്ട് അതെൻ്റെ ഭർത്താവ് എന്നെ കൂടുതൽ ആ കാര്യത്തിലൊക്കെ എന്നോട് കൂടുതൽ പറഞ്ഞു തരും. നമുക്ക് എന്തെങ്കിലും വിഷമം ഇടിച്ചെന്ന് പറയുമ്പോൾ അത് അങ്ങനെയാണ്. നീ നിനക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുമോ. ഇപ്പം അത് ചൂട് അന്നൊക്കെ ചെറുപ്പമായപ്പോൾ നമുക്ക് കൂടുതൽ ഇപ്പം അത് നമുക്ക് മനസ്സിലാവും. നമ്മൾ അമ്മൂമ്മയായി ഒക്കെ കൂടുതൽ കാര്യം മനസ്സിലാവും. ഞാൻ എന്തെങ്കിലും പ്രസംഗിക്കാനൊന്നും അറിയില്ല. തെറ്റുകെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എല്ലാവരും എൻ്റെ സ്റ്റീഫൻ ഒക്കെ എൻ്റെ കൂടെ വന്ന പിള്ളേരാണ്. എല്ലാവരും പണ്ട് എല്ലാവരുമായിട്ട് കൂടുതൽ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഇപ്പൊ വരുമ്പോൾ എല്ലാവരും സ്ഥിരമാക്കാത്തതുകൊണ്ടായിരിക്കും സന്ധ്യയൊക്കെ ആദ്യമായിട്ടൊക്കെ എല്ലാവരും ആരും മിണ്ടാനോ കാണാനോ ഒന്നും നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ല. പണ്ടുള്ള അനുഭവത്തിൽ ഇപ്പം ആരുമായിട്ടില്ല. പിന്നെ എല്ലാവരും ഇത്രയും ഞാനിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് യൂണിയൻ്റെ ഒരു സ്വീകരിക്കുന്നത്. ആദ്യം 25 വർഷമായപ്പോൾ നമ്മുടെ സിൽവർ ജൂബിലി ആഘോഷിച്ചിട്ട് എനിക്കൊരു പണ്ടാട വന്നു. പിന്നെ എല്ലാവരും സഹകരണത്തോടുകൂടി നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും ഞാൻ സന്തോഷമായിട്ട് പോകണം. എന്നാലും ഇത്രയും കാലം നമ്മൾ വർക്ക് ചെയ്ത് കൂടുതൽ സമയം അവിടെ ചെലവഴിച്ച് പോകുമ്പോൾ വിഷമമുണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് പോകുമ്പോൾ സന്തോഷമുണ്ട്. എല്ലാവരുടെയും അനുഗ്രഹം വേണം എൻ്റെ ജീവിതം ഇനി മുന്നോട്ട് പോകണം. ഞങ്ങളുടെ കുടുംബത്തിൽ എനിക്കൊരു കൊച്ചുമോനുണ്ട്, അവനെ നോക്കണം. പിന്നെ മോളത്തിന് എൻ്റെ 8 കുട്ടികളുണ്ട്. അപ്പം സമയം പോകാനറിയില്ല. പുള്ളിക്ക് ഇച്ചിരി കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മുടങ്ങി കിടക്കുവാണ്. പറ്റിയിട്ട് അതൊക്കെ ഒന്ന് എല്ലാവരും എന്നെ അനുഗ്രഹിക്കുക. കഴിച്ചത് ചെറിയ ലഘുഭക്ഷണം അറിയില്ല. അതിൽ ആവേറെ പറയാട്ടോ ബിരിയാണി എന്തായാലും ഇരുന്ന് കഴിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് കിറ്റാക്കിയാണ് തന്നേക്കുന്നത്. എല്ലാവരും സ്വീകരിച്ചിട്ട് വേണം പോകാൻ. ഇന്നത്തെ അധ്യക്ഷനായ ജനാധിപത്യമായി നന്ദി. ഈ ഇത് ഉദ്ഘാടനം ചെയ്ത സെൻട്രൽ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ആരാധനായ പ്രസിഡന്റ് ചില തിരക്കുകൾക്കിടയിലും ഇവിടെ വന്ന് നമ്മളോട് സഹകരിച്ച് എന്ത് കാര്യത്തെ വിളിച്ചാലും ഇവിടെ എത്തുന്ന ഒരു പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് പ്രത്യേകം ഞാൻ നന്ദി നൽകുന്നു. പിന്നെ നമുക്ക് പറയാനുള്ളത് വലിയ എന്ത് യൂണിയൻ്റെ എന്ത് സമരമാണെങ്കിലും എന്താണെങ്കിലും ഇവിടെ കൂടി എത്തുകയും ചെയ്തു. ഏത് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വ സ്ഥാനത്ത് ഇരുന്നാലും ഒരു വ്യക്തിത്വം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞ ഈ കഴിഞ്ഞ ദിവസം അർബൻ ബാങ്കിൻ്റെ ഒരു അവാർഡ് കേരളത്തിലെ 2ാമത്തെ ബാങ്കായിട്ട് അർബൻ ബാങ്ക് തെരഞ്ഞെടുത്ത് മുന്നിലോട്ട് എത്തിച്ച ആളാണ്. പ്രത്യേക അനുമോദനം ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയീസ് യൂണിയൻ്റെ സെക്രട്ടറിയായ അതിനെ ഞാൻ പ്രത്യേകം നന്ദി പ്രകാശിക്കുന്നു. അതുപോലെ നമ്മുടെ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ സിനോൺ ഈ സൗജന്യം, അതുപോലെ വൈസ് പ്രസിഡന്റായ എന്തോ ചേർന്നിട്ടുണ്ട്. 2 പേർക്കും ഞാൻ എൻ്റെ
അതുമായിട്ട് നന്ദി പറയുന്നു. പിന്നെ IUC-യുടെ മാനിച്ചേർന്നത് എത്താന്ന് പറഞ്ഞ് തിരക്കുള്ള സംഗതിയില്ല, അദ്ദേഹത്തിൽ ഞാൻ നന്ദി പറയുന്നു. പിന്നെ നമ്മൾ IUC-യുടെ സെക്രട്ടറി ആയിരുന്ന രതീഷ് തയ്യാറായി, അതുപോലെ തന്നെ സിജു വൈസ് പ്രസിഡന്റായിട്ടുണ്ട്. ഇവർ രണ്ടുപേർക്കും ഈ യോഗത്തിന് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ യൂണിയനായി സെക്രട്ടറി ആയിരുന്ന സഖാവ് PT രമേശനും ഈ കണ്ടക്ട് ചെയ്യാനായിട്ട് ഇതോടെ പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ യൂണിയന്റെ ഭാരവാഹികളായിട്ടുള്ള എല്ലാവരും. പിന്നെ ഇന്നത്തെ വിശിഷ്ട വിദ്യ ഞാൻ വിട്ടുപോയതാണ്, ആദ്യമേ പറയേണ്ടതാണ്. ഇന്നത്തെ വിശിഷ്ട വിദ്യ ആദ്യമേ നന്ദി രേഖപ്പെടുത്തേണ്ടായിരുന്നു. ഈ 30 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഒരാളത്തേക്ക് നല്ലൊരു റിട്ടയർമെന്റ് ജീവിതം ഞാൻ അവരെ ചേച്ചിക്ക് നേരുന്നു. എൻ്റെ ഈ യോഗത്തിന് നന്ദി ഞാൻ നേരുന്നു. അതുപോലെ ആളുകൾ പിന്നെ നമ്മുടെ യൂണിയന്റെ ഭാരവാഹിയായിട്ടുള്ള എല്ലാവരും ലേഡീസ് സ്റ്റാഫുകളും പറഞ്ഞതിൽ സന്തോഷമുണ്ട്. അവരെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. വാക്കുകൾ തീർന്നു. അവസാനിച്ച് ഫോട്ടോ എടുക്കും.